പ്രതിപക്ഷം ഇങ്ങനെ തകരുന്നത് എന്തുകൊണ്ടാണ്? ബി.ജെ.പിയും അമിത്ഷായും ഇവരെ തകർക്കുന്നതാണ് എന്നുള്ള ആരോപണം എത്രമാത്രം ശരിയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം ഐഡിയോളജിക്കൽ യൂട്ടേൺ ആണ്. ബാലാസാഹിബ് താക്കറെയുടെ പാർട്ടി ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ പോകുന്നു. മഹാരാഷ്ട്രയിൽ എന്നല്ല, ഇന്ത്യയിൽ എവിടെയും ഹിന്ദു കോസിന് വേണ്ടി നിലനിന്ന ഒരു പാർട്ടി ഒരു ദിവസം നേരെ തിരിയുന്നു. മമതയാവട്ടെ കോൺഗ്രസ് കുടുംബവാഴ്ചയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് ആ പാളയത്തിൽ ചെന്ന് വീണ്ടും കയറുന്നു. ബംഗ്ലാദേശ് കടന്നുകയറ്റത്തിനെതിരെ പ്രസംഗിച്ചവർ തന്നെ അവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കുന്ന സാഹചര്യമുണ്ടാവുന്നു. ഈ രണ്ട് പാർട്ടികളെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തകർച്ചയ്ക്ക് കാരണത്തിൽ ചില സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ തന്നെ സാധിക്കും. രണ്ടാമത്തെ കാരണം നെപ്പോട്ടിസമാണ്. അഭിഷേക് ബാനർജി ആയാലും ആദിത്യ താക്കറെ ആയാലും ആ പൊസിഷനിൽ ഇരിക്കാൻ തീരെ അർഹതയില്ലാത്ത ആളുകളായിരുന്നു. അവരെ പിടിച്ച് പാർട്ടിയുടെ ഉന്നത നേതാക്കളായി നേരിട്ട് അവരോധിക്കുന്നു. സ്വാഭാവികമായും ആ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു അമർഷമുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത്തെ കാരണം ഏകാധിപത്യമാണ്. മമതയുടെ ഏകാധിപത്യം എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ് നാണം കെട്ട് വന്നു നിന്ന അഭിഷേക് ബാനർജിയെ എഴുന്നള്ളിച്ച് നിർത്തി അയാളുടെ പെർഫോമൻസിന് കൈയടിക്കാൻ പറഞ്ഞു എന്നാണ് ഉൾപാർട്ടിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. സ്വന്തം മണ്ഡലത്തിൽ തോറ്റ് നാണം കെട്ട മമത യൂസഫ് പട്ടാനെ വിളിച്ചിട്ട് സ്വന്തം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം ലോക്സഭയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് യൂസഫ് പട്ടാൻ അംഗീകരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇവരൊക്കെ ബി.ജെ.പി. പാളയത്തിൽ എത്തുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ അവർ എവിടെ പോകണമെന്നുള്ള മറുചോദ്യമാണ് ബാക്കിയുണ്ടാവുന്നത്. നെപ്പോട്ടിസത്തെപ്പറ്റിയും കുടുംബവാഴ്ചയെപ്പറ്റിയും ഏകാധിപത്യത്തെപ്പറ്റിയും പരാതി പറയാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നെപ്പോക്കിട്ടായ രാഹുലിനെ കാണാൻ പോകുന്ന ഇവരോട് പിന്നെ മറ്റൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.